കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ കവരാനെത്തിയ സംഘം ലോക്കർ പുറത്തേക്ക് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഡ്രോണും ലാപ്ടോപ്പും നഷ്ടമായതായി കോളേജ് അധികൃതർ. നെല്ലിമറ്റത്തെ എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചൊവ്വാഴ്ച രാത്രിയാണ് മോഷണശ്രമം നടന്നത്. കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും പ്രിൻസിപ്പലിന്റെ മുറിയിലുമാണ് മോഷ്ടാക്കൾ കയറിയത്. പുതിയ അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ കോളേജിൽ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അഡ്മിഷൻ സെല്ലിൽ നിന്ന് ഒരു പുതിയ ഡ്രോണും ഒരു ലാപ്ടോപ്പും മോഷണം പോയതായാണ് കോളേജ് അധികൃതർ അറിയിച്ചത്. ഓഫീസിലുണ്ടായിരുന്ന ലോക്കറും മോഷ്ടാക്കൾ പുറത്തേക്ക് കൊണ്ടുപോയി പൊളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ലോക്കർ തുറക്കുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. ലോക്കറിൽ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ലോക്കർ പൊളിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പണം ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത മോഷണശ്രമമാണിതെന്നാണ് വിലയിരുത്തൽ. കോളേജിന്റെ പ്രവേശന കവാടത്തിലും ഹോസ്റ്റലിലുമായി 2 സെക്യൂരിറ്റി ജീവനക്കാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നെങ്കിലും മോഷണ ശ്രമം തടയാൻ കഴിഞ്ഞില്ല. പരീക്ഷയുമായി ബന്ധപ്പെട്ട് വെളുപ്പിന്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലെത്തിയ ഒരു വിദ്യാർത്ഥിയെ കണ്ടതോടെ മോഷ്ടാക്കൾ മതിൽ ചാടി രക്ഷപ്പെട്ടതായാണ് വിവരം ലഭിച്ചതെന്ന് കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിയും ഡയറക്ടർ ഷാജൻ കുര്യാക്കോസും അറിയിച്ചു. ഈ അഡ്മിഷൻ സമയമാണ് ഇവിടെ സേഫിൽ ലോക്കറിൽ പൈസ ഉണ്ടാകും എന്ന ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഇവിടെ നടക്കാത്ത ഒരു ശ്രമം ഇവിടെ നടന്നത്. ഒരു ലാപ്ടോപ്പും ഒരു ഡ്രോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോക്കർ ഓഫീസിൽ നിന്നും ട്രോളി ഉപയോഗിച്ച് ഇവിടെ മതിലിൻ്റെ അരികത്ത് വരെ എത്തിച്ച് അവിടെ ഇട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു. അതിന് കറണ്ട് കണക്ഷനൊക്കെ എടുത്ത് അത് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ലോക്കർ ഇവിടെ കിടക്കുന്നത്. ആ സമയത്ത് 3 മണി സമയത്ത് ഇവിടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഇവിടെ ഹോസ്റ്റലിലേക്ക് വരികയും അവരെ കണ്ടപ്പോൾ അദ്ദേഹം മതിൽ ചാടി ഇതിനകത്ത് ഒരാൾ ചാടിപ്പോയി എന്നാണ് ആ കുട്ടിയിൽ നിന്ന് കിട്ടിയ വിവരം. ഏതായാലും അതോടുകൂടിയാണ് ആ ശ്രമം ഉപേക്ഷിച്ച് അവർ പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോളേജിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 4 പേരുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവ കേന്ദ്രീകരിച്ച് ഊന്നുകൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ ഉടൻ തിരിച്ചറിഞ്ഞ് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.